ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യുക എന്ന് നോക്കാം. ക്രെഡിറ്റ് സ്കോറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലെ നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിൻ്റെ ബൈബിളാണ് ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്നത്. നമുക്ക് ലോൺ എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ മോർഗേജ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ബേസിൽ ഫോൺ എടുക്കണമെങ്കിലോ അങ്ങനെ എന്ത് സാമ്പത്തിക മേഖലകളിൽ ചെയ്യണമെങ്കിലും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന സാധനം നമുക്ക് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുക, ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ സാധിക്കുക, എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുക എന്നതിനെപ്പറ്റി നമുക്ക് വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ സുഹൃത്തുക്കളോടും ഒരു അഭ്യർത്ഥനയുണ്ട്. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൻ്റെ മുൻപോട്ടുള്ള വളർച്ചയ്ക്ക് ഒരു സഹായമായിരിക്കും. അപ്പം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും ആദ്യമായി തന്നെ നമ്മൾ വോട്ട് ചെയ്യാനായിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. കാരണം ഇലക്ട്രൽ രജിസ്റ്ററിൽ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഉണ്ടെങ്കിൽ നമുക്ക് ക്രെഡിബിലിറ്റി കൂട്ടാനായിട്ട് അത് വളരെയധികം സഹായിക്കുന്നതാണ്. രണ്ടാമത്തേത്, ഒരു ക്രെഡിറ്റ് ബിൽഡർ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഒരു ക്രെഡിറ്റ് ബിൽഡർ കാർഡിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമ്മുടെ തന്നെ പഴയ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. മൂന്നാമതായി, നമ്മുടെ എല്ലാ ബിൽ പേയ്മെൻറ്റുകളും കൃത്യസമയത്ത് അടയ്ക്കുക എന്നുള്ളതാണ്. കാരണം അതിന് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ബിൽ പേയ്മെൻറ്റുകൾ ലേറ്റായിട്ട് പേ ചെയ്താൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കഴിയുന്നിടത്തോളം ഡയറക്റ്റ് ഡെബിറ്റ് വയ്ക്കുകയാണെങ്കിൽ ആ പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ്. നാലാമതായി, 2ൽ കൂടുതൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ധാരാളം ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസും ഉണ്ടാക്കാതിരിക്കുക. ഇത് രണ്ടും നമ്മുടെ സ്കോറിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നതാണ്. അഞ്ചാമതായി, നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ യൂട്ടിലൈസേഷൻ ക്രെഡിറ്റ് കാർഡിന് തന്നിരിക്കുന്ന ലിമിറ്റിൻ്റെ 50% ഉള്ളിൽ നിർത്തുവാനായിട്ട് ശ്രമിക്കുക. ആറാമതായി, ഒരു കോൺട്രാക്റ്റ് ബേസിൽ മൊബൈൽ ഫോൺ എടുക്കുവാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു മൊബൈൽ ഫോണും സിം കണക്ഷനും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ മാസവും അതിൻ്റെ റീപേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കും. ഏഴാമതായി, ഒരു ചെറിയ പേഴ്സണൽ ലോൺ എടുക്കുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് തിരിച്ചടച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ അത് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഒരടവെങ്കിലും മുടങ്ങിപ്പോയാൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എട്ടാമതായി, നമ്മുടെ എല്ലാ ഷോപ്പിങ്ങുകൾക്കും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ അടവുകൾ ഒരടവ് പോലും തെറ്റാതെ കൃത്യ ദിവസത്തിനുള്ളിൽ തന്നെ തിരിച്ചടയ്ക്കുകയും വേണം. 9ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷമാപൂർവ്വം കാത്തിരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ക്രെഡിറ്റ് സ്കോർ ബിൽഡപ്പ് ചെയ്യുവാനായിട്ട് മാസങ്ങളെടുക്കും. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കില്ല. അതുകൊണ്ട് ക്ഷമയോടുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 10ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അനാവശ്യമായ ഹാർഡ് ക്രെഡിറ്റ് ചെക്കുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. സാധാരണയായി നമ്മൾ മോർഗേജിന് അപ്ലൈ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ മറ്റ് ലോണുകൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴൊക്കെയാണ് ഈ ഹാർഡ് ക്രെഡിറ്റ് ചെക്കുകൾ വരിക. ഇത്തരം ഹാർഡ് ക്രെഡിറ്റ് ചെക്കുകൾ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. ആവശ്യ ഘട്ടങ്ങളിൽ അത് നമുക്ക് ചെയ്യാം, അല്ലാതെ അനാവശ്യമായി എപ്പോഴും ചെയ്യരുത്. ഉദാഹരണത്തിന്, ഒരു ലോൺ നമ്മുടെ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്തതിന് അപ്ലൈ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ 2 ക്രെഡിറ്റ് ചെക്കുകൾ അടുത്തടുത്ത് വരും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. നമ്മൾ നേരത്തെ തന്നെ വീഡിയോയിൽ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ എല്ലാവിധ ഫിനാൻഷ്യൽ ഡീലിങ്സിനും അത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ക്രെഡിറ്റ് സ്കോറിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.